പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ നിഗൂഢമായ രണ്ടാമത്തെ വിദ്യയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യുന്ന ഏക കാര്യമെന്നത് ശ്വസനമാണ്, അല്ല? ഇതിനിടയിൽ ശരീരവും മനസ്സും സാഹചര്യങ്ങളും എല്ലാം മാറുന്നുണ്ട്. എന്നാൽ ശ്വാസം മാത്രം ഒരു തുടർച്ചയായി നമ്മൾ നിലനിൽക്കുകയാണ്. നമ്മുടെ മനസ്സെപ്പോഴും ആഗ്രഹങ്ങളിലാണ് നിലനിൽക്കുന്നത്. മനസ്സെന്നാൽ വർത്തമാനകാലത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരു യന്ത്രമാണെന്ന് ഓഷോ പറയുന്നു. അതായത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു യാന്ത്രിക സംവിധാനമാണ് മനസ്സ്. എപ്പോഴും അത് എന്തെങ്കിലുമൊക്കെ തേടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സ് ആവശ്യപ്പെടുന്ന ആ വസ്തു എല്ലായ്പ്പോഴും ഭാവിയിലുള്ള ഒന്നായിരിക്കും. മനസ്സെന്നത് ഒരു തരത്തിലും വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഈ ഒരു നിമിഷത്തിൽ മനസ്സിന് പ്രവർത്തിക്കുവാനും കഴിയില്ല. അതിന് പ്രവർത്തിക്കുവാൻ ഒരു സ്ഥലം ആവശ്യമാണ്. മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ഒന്നുകിൽ അതിന് ഭൂതകാലത്തിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അതിന് വർത്തമാനകാലത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുകയില്ല. അവിടെ ഒട്ടും തന്നെ സ്ഥലമില്ല എന്നതാണ് കാരണം. എന്നാൽ സത്യമെന്നത് വർത്തമാനകാലത്തിലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സും സത്യവും തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു സാധ്യതയുമില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമുക്ക് സത്യത്തെ തേടുവാൻ കഴിയില്ല. നമുക്കത് കണ്ടെത്തുവാൻ കഴിയും, എന്നാൽ നമുക്കതിനെ അന്വേഷിക്കുവാൻ കഴിയില്ല. ആ ഒരു അന്വേഷണം തന്നെ അതിന് തടസ്സമാണ്. നമ്മൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴേ ഇവിടെയുള്ളതാണ്. അത് ഇവിടെ തന്നെ ഉള്ളതാണ്. നമ്മുടെ മനസ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും അന്വേഷിക്കാത്ത അവസ്ഥയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളതിനെക്കുറിച്ച് ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അന്വേഷിക്കാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ അന്വേഷിക്കാത്ത അവസ്ഥയെ തന്നെ മനസ്സതിൻ്റെ ഒരു വിഷയമാക്കി മാറ്റും. അപ്പോൾ മനസ്സ് മന്ത്രിക്കും, അന്വേഷിക്കാതിരിക്കുമെന്ന്. ഉടൻ തന്നെ മനസ്സ് തീരുമാനമെടുക്കും, ഞാൻ അന്വേഷിച്ചുകൂടാ. അപ്പോൾ മനസ്സ് വീണ്ടും പറയും, ഇപ്പോൾ അന്വേഷിക്കാതിരിക്കലാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ആഗ്രഹമില്ലായ്മയുടെ അവസ്ഥയിൽ എത്തിച്ചേരാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോഴും ആ അന്വേഷണം വീണ്ടും വന്നെത്തിക്കഴിഞ്ഞു. ആഗ്രഹം പിൻവാതിലിലൂടെ വീണ്ടും നമ്മളിലേക്ക് വന്നെത്തി. നോക്കൂ, എല്ലാ വസ്തുക്കളും ലൗകികമാണല്ലേ? എന്തുകൊണ്ടെന്നാൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന ലോകം. പ്രിയമുള്ളവരെ, അലൗകികമായ ഒന്നിനെയും നമുക്ക് അന്വേഷിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം അത് ലൗകികമായി തീരും. അത് ഈ ലോകമായി തീരും. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം ലോകത്തിൻ്റെ ഒരു ഭാഗമായി തീരും. നമ്മൾ മോക്ഷത്തെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ മോക്ഷം എന്നത് ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അത് ഈ ലോകത്തിൻ്റെ അപ്പുറമുള്ള ഒന്നല്ല. കാരണം ആ അന്വേഷണം തന്നെയാണ് ഈ ലോകം. ആ ആഗ്രഹം തന്നെയാണ് ഈ ലോകം. അതിനാൽ തന്നെ നമുക്ക് നിർവ്വാണത്തെ ആഗ്രഹിക്കുവാൻ കഴിയുകയില്ല. ബുദ്ധിപരമായി നമ്മൾ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വ്യാമോഹമായി തീരും. ശിവനിവിടെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ ഒരു മാർഗം, ഒരു വിദ്യ നിർദ്ദേശിക്കുവാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ വിദ്യ ഒരിക്കലും ബുദ്ധിപരവുമല്ല. എന്നാൽ അത് ചെയ്യുകയാണെങ്കിൽ മനസ്സിന് പരിവർത്തനവും സംഭവിക്കും. ആ പരിവർത്തനം എന്നത് ഒരു
അനന്തരഫലം മാത്രമാണ്. അതൊരു ലക്ഷ്യമല്ല. ആ മാറ്റം ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. നമ്മളൊരു വിദ്യ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഭൂതത്തിലോ ഭാവിയിലോ ഉള്ള അതിൻ്റെ യാത്രയിൽ നിന്ന് പിന്മാറും. പെട്ടെന്ന് നമ്മൾ വർത്തമാനകാലത്തിലേക്ക് എത്തിച്ചേർന്നതായി നമ്മൾ കണ്ടെത്തും, അനുഭവിക്കും. അതുകൊണ്ടാണ് ബുദ്ധനും ലാവോത്സുവും കൃഷ്ണനുമെല്ലാം മാർഗങ്ങൾ നൽകിയിട്ടുള്ളത്, വിദ്യകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവരൊക്കെ തങ്ങളുടെ വിദ്യകളെ ബുദ്ധിപരമായ സങ്കല്പങ്ങളോടൊപ്പമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തനായത് ശിവൻ മാത്രമാണ്. അദ്ദേഹം ഉടൻ തന്നെ നമ്മെ വിദ്യകളിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബുദ്ധിപരമായ മുഖവരകളോ പ്രബോധനങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം മനസ്സ് ഏറ്റവും സൂത്രശാലിയാണെന്നും അത് കൗശലങ്ങൾ പ്രയോഗിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം. എന്തിനേയും ഒരു പ്രശ്നമാക്കി മാറ്റുവാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. അന്വേഷിക്കാതിരിക്കൽ പോലും മനസ്സിനൊരു പ്രശ്നമായി തീരും. നമ്മളിവിടെ മനസ്സിലാക്കുന്ന വിദ്യകളൊന്നും തന്നെ ബുദ്ധിപരമായ ചർച്ചകൾക്കുള്ളതല്ല. ശിവൻ ഒരു മുഖവരയും നൽകാതെ നേരിട്ട് വിദ്യയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ്. എന്താണ് ശ്വാസമെന്ന് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കുകയുണ്ടായി അല്ലേ? ഓഷോ പറയുന്നത് ശ്വാസം നമുക്ക് പ്രപഞ്ചവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു പാലമാണെന്നാണ്. ശരീരം എന്നത് നമുക്ക് കൈവന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ശ്വസനത്തിൻ്റെ 2 അറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ അറ്റം ശരീരത്തെയും പ്രപഞ്ചത്തെയും സ്പർശിക്കുന്നു. രണ്ടാമത്തെ അറ്റം നമ്മളെയും പ്രപഞ്ചത്തിനതീതമായ ആത്മീയതയെയും സ്പർശിക്കുന്നു. നമുക്ക് ആദ്യത്തെ അറ്റത്തെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ. രണ്ടാമത്തെ അറ്റത്തെക്കുറിച്ച്, അതായത് പാലത്തിൻ്റെ മറുപുറത്തെക്കുറിച്ച് നമ്മൾ ബോധവാനായാൽ നമ്മുടെ ബോധതലം തന്നെ മാറിമറിയും. യോഗയും ശ്വാസത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഏവർക്കും അറിയാം. എന്നാൽ യോഗയുടെയും തന്ത്രയുടെയും പ്രവർത്തന രീതികൾ അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. യോഗ ശ്വാസത്തെ ചിട്ടപ്പെടുത്തുവാൻ അഥവാ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നു. നോക്കൂ, നമ്മൾ നമ്മുടെ ശ്വാസത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ക്രമീകരിക്കുകയാണെങ്കിൽ, ശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദീർഘമുള്ളതായിത്തീരും. നമ്മൾ കൂടുതൽ ആരോഗ്യവാനും കൂടുതൽ ആയുസ്സുള്ളവനുമായിത്തീരും. നമ്മൾ കൂടുതൽ ബലമുള്ളവനായിത്തീരും. കൂടുതൽ ഊർജ്ജസ്വലനും കൂടുതൽ ശക്തിശാലിയും ചൈതന്യമുള്ളവനും യുവത്വമുള്ളവനും പരിശുദ്ധനുമായിത്തീരും. അതിനായി നിരവധി മാർഗങ്ങൾ ഇവിടെയുണ്ട്. ശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ട് സ്വരയോഗ എന്നൊരു അത്യുന്നതമായ ഒരു ശാഖ തന്നെയുണ്ട് നമുക്ക്. അതിനായി നമ്മൾ യാത്ര ചെയ്യണം. ശ്വാസമാണെല്ലാം. ശ്വാസക്രമീകരണങ്ങളിലൂടെ ഭൗതികമായ എന്തും നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും. പക്ഷെ ആ പരിശീലനം എളുപ്പമല്ല. സ്വാഭാവികമായ ഒന്നിനെ ഒരു പ്രത്യേക രീതിയിലേക്ക്, ഒരു പ്രത്യേക ഉദ്ദേശത്തിലേക്ക് ക്രമീകരിക്കുമ്പോൾ നമ്മളെടുക്കുന്ന ആ വലിയ എഫക്റ്റ് ഉണ്ടല്ലോ, ആ പരിശ്രമത്തെയാണ് നമ്മളിവിടെ യുദ്ധമെന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് മോശമായതുകൊണ്ടല്ല. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിപരമായി വാളെടുക്കുന്നതിന് പകരം അതിനെ, ആ വിഷയത്തെക്കുറിച്ച് അല്പനേരം ധ്യാനിച്ചാൽ നമുക്ക് ചില ബോധ്യപ്പെടലുകൾ ലഭിക്കുമെന്നേ. നമ്മൾ സത്യമെന്ന് കരുതുന്നതിനെല്ലാം തന്നെ അനവധി മുഖങ്ങളാണുള്ളത്. പ്രിയമുള്ളവരെ, തന്ത്ര നമ്മൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. തന്ത്ര ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്വാസത്തിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലുകളുമായിട്ടല്ല.
മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തിരിയുവാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ മാത്രമാണ്. ഇവിടെ ഒരു പ്രത്യേക ശൈലിയിലുള്ള ശ്വസനത്തെ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടില്ല. ഒരു പ്രത്യേക ശ്വാസനിശ്വാസ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്വാസ താളക്രമങ്ങളോ നമ്മൾ ഇവിടെ പരിശീലിക്കേണ്ടതായിട്ടില്ല. പകരം നമുക്കുള്ള സ്വാഭാവിക ശ്വാസത്തെ അതേപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ശ്വാസത്തിൻ്റെ ചില പ്രത്യേക സ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കുക എന്നത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ശ്വാസം എങ്ങനെയോ അതേപടി അത് നടക്കട്ടെ, നമ്മളതിനെ നിരീക്ഷിച്ചാൽ മാത്രം മതി. നമ്മുടെ മുഴുവൻ ഏഷ്യയും ഈ വിദ്യയോടൊപ്പം ജീവിക്കുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിബറ്റ്, ചൈന, ജപ്പാൻ, ബർമ്മ, തായ്ലൻഡ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലെല്ലാം ഈ വിദ്യ നിലവിൽ പരിശീലിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ വിപസന മെഡിറ്റേഷൻ സെൻ്ററുകളിൽ ഇത് പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ എൻ്റെ അറിവിൽ എൻ്റെ നാടായ വയനാട് ഉൾപ്പെടെ കേരളത്തിൽ കുറച്ച് സെൻ്ററുകളുണ്ട്. ഓഷോ പറയുന്നു, നിർഭാഗ്യവശാൽ ബുദ്ധൻ്റെ പേരുമായി ഈ വിദ്യ ബന്ധപ്പെട്ടതിനാൽ ഹിന്ദു സമൂഹം ഇതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യത്തിൽ ഇതൊരു മതത്തിൻ്റെയും വിദ്യയല്ല, മറിച്ച് ഇതൊരു വിദ്യ മാത്രമാണ്. ബുദ്ധൻ ഇതിനെ ഉപയോഗിച്ചു എന്ന് മാത്രം. ആധുനിക ഭൗതിക ശാസ്ത്രം പറയുന്നു പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്ന്. ഒരു ആറ്റത്തിനുള്ളിൽ പോലും 99% ശൂന്യതയാണ്. ഇതുപോലെയാണ് നമ്മുടെ ബോധത്തിൽ ശ്വാസം എന്നത് ദ്രവ്യവും ആ രണ്ട് ശ്വാസങ്ങൾക്കിടയിലെ വിടവ് പ്രപഞ്ച ശൂന്യതയുമാണ്. ആ വിടവിലേക്ക് നോക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ ശൂന്യതയിലേക്ക് ലയിക്കുന്നതിന് തുല്യമാണ്. ഈ ശൂന്യതയിൽ നിന്നാണ് എല്ലാം ജനിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ വിദ്യയിലേക്ക് വരാം. ഇവിടെ നമ്മൾ രണ്ട് ശ്വാസങ്ങൾക്കിടയിലെ തിരിയുന്ന സ്ഥാനങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശിവൻ പറയുന്നു, ശ്വാസം താഴെ നിന്ന് മുകളിലോട്ടുയരുമ്പോഴും വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് വളഞ്ഞിറങ്ങുമ്പോഴും ഈ രണ്ട് തിരിവുകളിലും വെച്ച് ബോധവാനാകുകയെന്ന്. നമ്മൾ സാധാരണയായി കരുതുന്നത് ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും രണ്ട് സമാന്തര രേഖകൾ പോലെയെന്നാണ്, അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു വൃത്തമാണ്. ശ്വാസം അകത്തേക്ക് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് എവിടെയോ വെച്ച് അത് വളയുന്നുണ്ട്. ആ വളയുന്ന നിമിഷം, ആ തിരിയുന്ന ബിന്ദു, അതാണ് രണ്ടാമത്തെ വിദ്യയുടെ കാതൽ. ഇതുപോലെ ശ്വാസം അകത്തുനിന്ന് പുറത്തേക്ക് തിരിയുന്ന ആ മൈക്രോ സെക്കൻഡിൽ നമ്മൾ ശരീരവുമല്ല മനസ്സുമല്ല, നമ്മൾ വെറും അസ്തിത്വം മാത്രമാണ്. ആ ന്യൂട്രൽ ഗിയറിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നു. അവിടെ നമ്മൾ ആ യന്ത്രത്തിൻ്റെ ഭാഗമല്ലാതായി മാറും. നോക്കൂ, നമ്മുടെ ശരീരമെന്നത് ബൃഹത്തായ ഒരു യന്ത്രമാണ്. അതായത് മനുഷ്യ ശരീരത്തിന് സമമായ ഒരു ഇടം കൃത്യമായി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 4 ചതുരശ്ര മൈലോളം ഭൂമി വേണം. അതിൻ്റെ ശബ്ദമെന്നത് ഭയാനകമായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ആ ശബ്ദം ഏകദേശം 100 ചതുരശ്ര മൈലോളം വ്യാപിക്കുമെന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലുള്ളതിൻ്റെ പലതിൻ്റെയും കണക്ക് കേട്ടാൽ നമ്മളുടെ ബോധം പോകും. നമ്മുടെ മനസ്സൊരു വാനര മനസ്സിനെ പോലെയാണ്. ഒരിടത്തും അടങ്ങിയിരിക്കുവാൻ അതിന് കഴിയില്ല. ഒരു പൂവിനെ 3 മിനിറ്റ് നേരം വാക്കുകളില്ലാതെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. നിങ്ങളൊരു പൂവിനെ നിരീക്ഷിക്കുക. ഒരു നിമിഷത്തേക്ക് മാത്രമേ നമ്മളത് കാണൂ. പിന്നെ നമ്മൾ മറ്റെന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. അതൊരു പക്ഷേ ആ പൂവിനെക്കുറിച്ച് തന്നെ ആകാം. എന്നാൽ ആ ചിന്തയിൽ ഈ പുഷ്പം ആയിരിക്കുകയില്ല. അതെത്ര സുന്ദരമാണെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്നും നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴാ പുഷ്പം നമ്മളുടെ നിരീക്ഷണത്തിൽ അല്ലാതായി കഴിഞ്ഞു. നമ്മുടെ വിഷയം മാറിക്കഴിഞ്ഞു.
അത് ചുവന്നതാണ്, അത് നീലയാണ്, അത് വെളുത്തതാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു എന്ന് വരാം. പക്ഷേ നമ്മൾ പൂർണ്ണമായും അപ്പോൾ അതിൽ നിന്നും വിട്ടുമാറിക്കഴിഞ്ഞു. നിരീക്ഷണം എന്നാൽ ഒരു വാക്കുമില്ലാതെ നിലനിൽക്കലാണ്. ഒരു വാമൊഴിയും കൂടാതെ ഉള്ളിൽ ഒച്ചകളൊന്നുമില്ലാതെ നിലനിൽക്കലാണ്. അതിനോടുകൂടെ വെറുതെ നിലകൊള്ളലാണ്. ഒരു പൂവിനോടൊപ്പം പൂർണ്ണമായും 3 മിനിറ്റ് നേരത്തേക്ക് മനസ്സിൽ ഒരു ചലനങ്ങളുമില്ലാതെ നമ്മൾക്ക് നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ അപ്പോഴത് സംഭവിക്കും. ആ നന്മ വന്നു ചേരും. നമുക്കത് നേടിയെടുക്കാനാകും. മായാബോധമോ ജാഗ്രതയോ നമുക്കില്ല. ഒന്നിലേക്കും തന്നെ ഒട്ടും തന്നെ നിരീക്ഷിക്കുവാൻ കഴിവുള്ളവരല്ല നാം. അതിനാവശ്യകത കാണിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നാം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വാനര പൈതൃകത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ മനസ്സെന്നത് വാനര മനസ്സിൽ നിന്നുള്ള വളർച്ചയാണ്. അതിനാൽ ആ വാനരൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവനിവിടെ നിന്ന് അവിടേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. ആ കുരങ്ങന് അനങ്ങാതെ ഒരിടത്തിരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ ഒരു ചലനവും കൂടാതെ വെറുതെ ഇരിക്കുന്നതിന് ഇത്രയുമധികം പ്രാധാന്യം കൽപ്പിച്ചത്. അതെന്തുകൊണ്ടെന്നാൽ വാനര മനസ്സിന് അപ്പോൾ അതിൻ്റെ ഇഷ്ടാനുസരണം സഞ്ചരിക്കുവാൻ, അതിൻ്റെ കളികൾ തുടർന്നു കൊണ്ടിരിക്കുവാൻ കഴിയുകയില്ല. ജപ്പാനിലെ സാസൻ ധ്യാനത്തിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നതാണ് പ്രധാനം. ഒരു ശില പോലെ അങ്ങനെ ഇരിക്കേണ്ടതിൻ്റെ ഒരാവശ്യവുമില്ല എന്ന് ഓഷോ പറയുന്നു. മനസ്സിൽ ഒരു ചലനവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ നമ്മുടെ ശ്വാസത്തിൻ്റെ തിരിവിനെ നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അപ്പോൾ നമ്മൾ എത്തിച്ചേരും. നമ്മൾ നമ്മളിലേക്ക് തന്നെ കടന്നു ചെല്ലും. അല്ലെങ്കിൽ നമുക്കപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. എന്തുകൊണ്ടാണ് ഈ തിരിവുകൾ ഇത്രയും പ്രധാനമുള്ളതായിരിക്കുന്നത്? ആ തിരിവിൽ വെച്ച് ശ്വാസം നമ്മളെ വിട്ട് മറ്റൊരു ദിശയിലേക്ക് നീങ്ങും. അത് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ അത് നമ്മളോടൊപ്പമായിരുന്നു. അത് പുറത്തേക്ക് പോകുമ്പോഴും അത് വീണ്ടും നമ്മളോടൊപ്പമായിരിക്കും. എന്നാൽ തിരിയുന്ന സ്ഥാനത്ത് വെച്ച് അത് നമ്മളോടൊപ്പമല്ല, നമ്മൾ അതിനോടൊപ്പവുമല്ല. ശ്വാസം തിരിയുന്ന സ്ഥാനത്ത് വെച്ച് ശ്വാസം നമ്മളെ വിട്ടുപോകുന്നു. ആ നിമിഷത്തിൽ നമ്മൾ ശ്വാസത്തിൽ നിന്ന് ഭിന്നമാണ്. ശ്വാസം ജീവിതമാണെങ്കിൽ ആ നിമിഷം നമ്മൾ മൃത്യനാണ്. മനസ്സിന് ശ്വാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. ശ്വാസം നിൽക്കുന്ന ആ വിടവിൽ മനസ്സിൻ്റെ പ്രവർത്തനവും നിലയ്ക്കുന്നു. അപ്പോഴാണ് നാഥൻ അല്ലെങ്കിൽ യഥാർത്ഥ ആത്മാവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുന്നത്. നദിയിലെ തിരമാലകളെ മാത്രം നോക്കിയാൽ നമുക്ക് നദിയുടെ ആഴം മനസ്സിലാകില്ലല്ലോ. തിരമാലകളില്ലാത്ത ശാന്തമായ ജലമാണ് നദിയുടെ സത്ത. നമ്മുടെ ശ്വാസം നദിയിലെ തിരമാലകൾ പോലെയാണ്. ആ തിരമാലകൾ അടങ്ങുന്ന ഇടവേളയാണ് ശ്വാസത്തിൻ്റെ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നദിയുടെ ആഴത്തെ, നമ്മുടെ ആത്മാവിനെ കണ്ടെത്തും. നമുക്ക് ഈ പരിശീലന ക്രമങ്ങളെ ഒന്ന് മനസ്സിലാക്കാം. ശ്വാസം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. നമ്മളിവിടെ ശ്വാസത്തെ നിഴൽ പോലെ ഫോളോ ചെയ്യരുത്. മറിച്ച് ശ്വാസവും ബോധവും ഒന്നായി മാറണം. ശ്വാസം അകത്തേക്ക് വന്ന് നിൽക്കുന്ന ആ നിമിഷം, അത് പുറത്തേക്ക് തിരിയാൻ തുടങ്ങുന്ന ആ നിമിഷം, അവിടെയുള്ള ആ സന്ധിയെ നമ്മൾ നിരീക്ഷിക്കണം. ഒന്നാമത്തെ വിദ്യയിൽ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഓഷോ പറയുന്നത്, ഈ ശ്വാസം ഉള്ളിലേക്ക് പോയി ഒരു നിശ്ചിത ബിന്ദുവിലെത്തുമ്പോൾ അത് നിങ്ങളെ സ്പർശിക്കുന്നു എന്നാണ്. ആ സ്പർശനത്തെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം നമ്മളും പുറത്തു വരണം.
അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെയും ഭാരത്തെയും പുറന്തള്ളും. ഓഷോ ഈ വിദ്യയിൽ ഊന്നൽ നൽകുന്നത് ശ്വാസം തൊടുന്ന ആ കേന്ദ്രത്തിനാണ്. അവിടെ ശ്വാസം ചലിക്കുന്നില്ല, മനസ്സും ചലിക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. സ്വാഭാവികമായ ശ്വാസത്തെ വെറുതെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക. ശ്വാസം നിൽക്കുമ്പോൾ നമ്മളും നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അതിനോടൊപ്പം പുറത്തേക്കും വരിക. ശ്വാസം തിരിയുന്ന ആ കൃത്യമായ നിമിഷത്തിൽ നമ്മളുടെ ബോധം ഉണർന്നിരിക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു ബിന്ദുവിൽ മനസ്സിനെ തളച്ചിടലല്ല, മറിച്ച് ശ്വാസത്തിൻ്റെ താളത്തിനൊപ്പം ഒഴുകലാണ്. നമ്മളിവിടെ മനസ്സിനെ നിർബന്ധിച്ച് നിശബ്ദരാക്കാൻ നോക്കരുത്. ശ്വാസത്തിൻ്റെ ആ ഇടവേളയെ തിരിച്ചറിയുമ്പോൾ മനസ്സ് തനിയെ നിശബ്ദമാകും. ബുദ്ധനെ ഈ വിദ്യയെ ആനാപാനസതി യോഗം എന്ന് വിളിച്ചു. അദ്ദേഹം ഈ വിടവിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും ശ്വാസത്തെ തീവ്രമായി നിരീക്ഷിച്ചാൽ ആ വിടവ് തനിയെ വെളിപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശ്വാസം നിലച്ചിരിക്കുന്ന ആ നിമിഷത്തിൽ നന്മ സംഭവിക്കുന്നു. ആ പൂർണ്ണ വിരാമത്തിൽ നമ്മളുടെ മനസ്സ് അപ്രത്യക്ഷമാകും. അവിടെ സത്യം വെളിപ്പെടും. ഓർക്കുക, നമ്മൾ സത്യത്തെ തേടി പോകേണ്ടതില്ല. പകരം നമ്മൾ ശ്വാസത്തിൻ്റെ താളത്തിൽ വർത്തമാന നിമിഷത്തിൽ ഉറച്ചു നിന്നാൽ സത്യം നമ്മളെ കണ്ടെത്തും. ധ്യാനമെന്നാൽ അകർമ്മമാണ്. ശ്വാസം തനിയെ നടക്കുന്നു, നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നുമില്ല. വെറുതെ അതിനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ അകർമ്മഭാവം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ പ്രതിസന്ധികളിലും നമ്മൾ അസ്വസ്ഥരാകില്ല. ജീവിതം എപ്പോഴും രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിലാണല്ലോ ഉള്ളത്. സന്തോഷവും സങ്കടവും, ലാഭവും നഷ്ടവും, അങ്ങനെ എല്ലാം രണ്ട് വശങ്ങളിലാണുള്ളത്. ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് പോലെ ഈ രണ്ടറ്റങ്ങൾക്കും നടുവിൽ ഒരു ബിന്ദുവുണ്ട്. അവിടെയാണ് സ്ഥിരത. ശ്വാസം തിരിയുന്ന ആ നടുവിലെ ബിന്ദുവിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പഠിച്ചാൽ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊന്നും തന്നെ നമ്മെ ബാധിക്കില്ല. ഓരോ ശ്വാസവും നമ്മുടെ ഗുരുവായി മാറട്ടെ. നന്ദി, നമസ്കാരം.